ബലിപെരുന്നാളിൻ്റെ വളരെ ശ്രേഷ്ഠമായ ആഘോഷ ദിനങ്ങളിലാണ് നാം ഏവരും ഉള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം വ്യത്യസ്തമാകുന്നത് എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം ആരാധനകളിൽ അധിഷ്ഠിതമാകുന്നു എന്നതുകൊണ്ടാണ്. ഓരോ ദിവസവും ഏത് ആഘോഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പെരുന്നാളിൻ്റെ അന്നാണെങ്കിലും അതിൻ്റെ തലേ ദിവസമാണെങ്കിലും ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണെങ്കിലും ഒക്കെ വ്യത്യസ്തങ്ങളായ ആരാധനാ കർമ്മങ്ങളാൽ നമ്മുടെയൊക്കെ ജീവിതം നിബിഡമാണ്. ഇന്ന് പെരുന്നാൾ ദിവസം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ജുമായിലും നമുക്ക് ഇതുപോലെ ഒന്നിച്ചു പോകാനുള്ള വലിയ സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഘോഷവും, പ്രത്യേകിച്ചും പെരുന്നാൾ ആഘോഷം, അതൊരുപാട് സന്തോഷങ്ങളുടെ പങ്കുവയ്ക്കലാണ്. ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് പലപ്പോഴും നാം ഏവരും. ആ തിരക്കുകൾക്കിടയിലും പെരുന്നാളിന്റെ സന്തോഷമാവുമ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം അല്പനേരം ഒന്നിച്ചിരിക്കാനും ഇതുവരെ കാണാത്തതായ കുടുംബങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് സമയവും സാഹചര്യവും ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പെരുന്നാളിന്റെ എല്ലാ സുന്നത്തുകളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാറുള്ള ഒന്ന് കുടുംബങ്ങളുമായുള്ള ഏറ്റവും ആത്മബന്ധം, അത് ഏറ്റവും നന്നായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. അതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം എന്നത് അതിന്റെ കുടുംബമാണ്. ഏറ്റവും ബേസിക് യൂണിറ്റ് എന്നത് ഒരു ആ സമൂഹത്തിലെ കുടുംബങ്ങളാണ്. എത്രത്തോളം കെട്ടുറപ്പോടെയാണോ കുടുംബങ്ങൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നത്, അതാണ് ആ സമൂഹത്തിന്റെ തന്നെ ഐക്യത്തിന്റെ മാനദണ്ഡമായി നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുക. എന്നാൽ ഇന്ന് കുടുംബങ്ങൾ എന്നത് പെരുന്നാളിനെ മാത്രം ഒന്നിക്കേണ്ട ഒന്നായി മാറുന്നുണ്ടോ എന്ന് ഗൗരവകരമായി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പെരുന്നാളിനും അല്ലാത്ത സമയത്തും ഒക്കെ നമ്മുടെ കുടുംബം എന്നത് കേവലം ഞാനും അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും മാത്രമാകുന്ന ഒരു യൂണിറ്റ് അല്ലല്ലോ നമ്മുടെ കുടുംബം എന്നത്. മറിച്ച് എത്രയെല്ലാം വിശാലമായ രൂപത്തിൽ നമ്മുടെ രക്തബന്ധത്തെ നമുക്ക് വലുതാക്കാൻ സാധിക്കുമോ അവരെയെല്ലാം നമ്മോട് ചേർത്ത് നിർത്തേണ്ട, അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് പെരുന്നാളിന്റെ സമയം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും കുടുംബങ്ങളുമായി സമയം ചെലവഴിക്കുന്ന ആളുകളാണ് എല്ലാവരും. പക്ഷെ നമ്മുടെ ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ ഏറ്റവും മൂല്യവത്തായ സമയം കുടുംബത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. തിരക്കുകളില്ലാത്ത ആരുമില്ല. ആ തിരക്കുകൾക്കിടയിലും എവിടെയാണ് എൻ്റെ കുടുംബത്തിന് ഞാൻ നൽകേണ്ട സമയം, ഞാൻ നൽകേണ്ട ആഭിമുഖ്യം, ഞാൻ നൽകേണ്ട പ്രിഫറൻസ് എന്ന് നേരത്തെ കണ്ടറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളാണ് പെരുന്നാളിന്റെ സമയം നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും മനുഷ്യർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ, ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാൻ, ആ തർക്കങ്ങൾ പിന്നീട് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ പിണക്കങ്ങളും അത് പിന്നീട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ അറ്റുപോകാൻ പോലും കാരണമാകുന്നത് ഇത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്താനുള്ള സമയങ്ങളെ അന്യവൽക്കരിക്കുമ്പോഴാണ്, അതിന് പ്രാധാന്യം നൽകാതിരിക്കുമ്പോഴാണ്. പെരുന്നാൾ എന്നത് അതിന് നമുക്ക് ഇങ്ങോട്ടായി ഒരു വലിയ സമയം ഒഴിഞ്ഞു നൽകുകയാണ്. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കൂ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നുമൊക്കെ ലീവ് കിട്ടുന്ന, അതിലൊക്കെ തിരക്കുള്ള ആളുകൾക്ക് പോലും ഒഴിഞ്ഞു മാറിയിരിക്കാൻ കഴിയുന്ന സമയങ്ങളാണ് പെരുന്നാളുകൾ. ആ പെരുന്നാളിനെ പോലും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വിഷയത്തിലുള്ള ശ്രദ്ധ അത് എത്രത്തോളമാണ് എന്ന് നാം സ്വയം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. കേവലം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷെയറിംഗ് ജീവിയാണ്. എന്തുണ്ടെങ്കിലും പരസ്പരം പങ്കുവെച്ച് പകുത്തു നൽകി അവന്റെ ടെൻഷനും അവന്റെ ആശങ്കകളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന, അവന്റെ സന്തോഷങ്ങളും അവനുള്ള എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന, ആ പങ്കുവെക്കലിലൂടെ അവന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. ആ പങ്കുവെക്കലിന്റെ സൗന്ദര്യം ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ നാം കടന്നു പോകുന്ന സമയം എന്നുള്ളത്. കുടുംബങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ആശയവിനിമയത്തിലെ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തിയെ മാത്രമല്ല ബാധിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക എന്നത് പ്രധാനമാണല്ലോ. അത് പറയുന്ന ആളുകൾക്ക് ആരോടാണോ പറയുന്നത് അവർക്കത് കൃത്യമായി മനസ്സിലാവുകയും വേണം. അവിടെയാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ പരസ്പരം എല്ലാം തുറന്ന് സംസാരിക്കുന്ന, എല്ലാം തുറന്ന് കേൾക്കുന്ന സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇന്ന് അതിന് പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഡൈവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത്
അതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്നത് ആ ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ തീരെ സമയം കണ്ടെത്തുന്നില്ല. വലിയ തിരക്കുള്ള ജോലിയാണ്, പക്ഷേ ഭാര്യയോട് സംസാരിക്കേണ്ട സംവദിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഭാര്യയോട് തന്നെ സംസാരിക്കണ്ടേ? അതിന് സമയം കണ്ടെത്താൻ കഴിയാതെ ഭാര്യയ്ക്ക് പറയാനുള്ളത് പലപ്പോഴും കേൾക്കാൻ കൂട്ടാക്കാത്തൊരു സാഹചര്യം ആ ബന്ധത്തിനുണ്ടായി. അത് 1-2 മാസങ്ങൾ അധികം കഴിഞ്ഞപ്പോ, ആ വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോഴേക്കും ഡൈവേഴ്സ് ചെയ്യേണ്ട അവസ്ഥ വന്നു. പരസ്പരം സംസാരിക്കാനും ആ സംസാരിക്കുന്നത് കേൾക്കാനുമുള്ള സമയമില്ലാത്തതായിരുന്നു അവിടെ വലിയ പ്രശ്നം. ഇന്നലെ ഒരു കുടുംബത്തിൽ പോയപ്പോ അവിടെ ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ കുടുംബമാണ്, തൊട്ടടുത്ത് താമസിക്കുന്ന 2 അയൽവാസികൾ. അവർ കുടുംബ ബന്ധുക്കൾ കൂടിയാണ്. എന്നാൽ അവർ തമ്മിലുള്ള ചെറിയ ചില തർക്കങ്ങൾ കാരണം, ഒരു സംശയരോഗവുമായി ബന്ധപ്പെട്ട തർക്കം കാരണം, ആ സംശയം 4 വർഷം മുമ്പുണ്ടായതാണ്. കേവലം ഒന്ന് അടുത്തടുത്തിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം, അതിന് മനസ്സ് സമ്മതിക്കാതെ, ആ സംസാരിക്കാനും അത് കേൾക്കാനും തയ്യാറാവാത്തത് കാരണം 2 വീടിന്റെയും നടുവിൽ വലിയ രൂപത്തിലുള്ള മറയൊക്കെ സ്വീകരിച്ച് 4 വർഷമായി തുടർന്നു കൊണ്ടുപോകുന്ന അത്തരം പിണക്കങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പരസ്പരം സംസാരിക്കാനും കേൾക്കാനുമുള്ള സമയം നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയാൽ ഒരു പരിധി വരെ നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി നമ്മുടെ ബന്ധങ്ങളെ വിളക്കി കൊണ്ടുപോകാനും അത് വലിയ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കേൾവിക്ക്, അവളുടെ കേൾവിക്ക് ചില ഗൈഡ് ലൈൻസ് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എങ്ങനെ കേൾക്കണം, എങ്ങനെ കേൾക്കരുത്, ഏത് രൂപത്തിലാകണം, ഏത് രൂപത്തിലായിക്കൂടാ എന്നത് കേൾവിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പല ബന്ധങ്ങളും അറ്റുപോകാൻ കാരണമാകുന്ന കേൾവിയില്ലാത്ത പ്രശ്നം അത് പരിഹരിക്കാൻ എന്നോണം ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുള്ള കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു കുട്ടി അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് 6ാമത്തെ ആഴ്ചയാണ് ചെവി എന്ന അവയവം അവൻ ഉണ്ടാകുന്നത്. 6ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഏകദേശം 23ാമത്തെ ആഴ്ചയാവുമ്പോൾ പുറത്തുള്ള പലതും ആ കുട്ടി ഗർഭപാത്രത്തിനകത്തിരുന്ന് തന്നെ കേൾക്കുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതായത് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പലതും നേരത്തെ കേൾക്കാൻ മാത്രം നമ്മളെല്ലാവരും കാരണമായിട്ടുണ്ട്. എന്നാൽ കാഴ്ചയെ പറ്റി ആലോചിച്ച് നിങ്ങൾ, നമ്മുടെ കണ്ണും ഏകദേശം 7ാമത്തെ ആഴ്ച, ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് 7ാമത്തെ ആഴ്ച കണ്ണും രൂപം പ്രാപിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ലല്ലോ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് പുറത്തെത്തിയാൽ പോലും നമുക്ക് പലപ്പോഴും പല കാഴ്ചയും കാണാൻ കഴിയില്ല. നമ്മുടെ എല്ലാ കളറുകളും കാണാനുള്ള കഴിവ് എന്നത് പല പഠനങ്ങളും പറയുന്നത് 4 മാസത്തോളം ആ കുട്ടിക്ക് പ്രായമാവുമ്പോഴാണ് എല്ലാ കളറും കാണാൻ തന്നെ കഴിയുക. എന്നാൽ കേൾവി അങ്ങനെയല്ല. എല്ലാം കേൾക്കാനും ഗ്രഹിക്കാനുമുള്ള ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകിയിട്ടുണ്ട് എന്നതാണ് അവിടെ പ്രസ്താവ്യമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഏതെല്ലാം? അസ്സംഅ, കേൾവി. അതിനുശേഷമാണ് വൽ അബ്സ്വാർ, കാഴ്ചയെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് വൽ അഫ്ഇദ, ഹൃദയങ്ങളെ പറ്റി പറഞ്ഞത്. ഖുർആനിൽ ഈ ഒരു പാറ്റേൺ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കേൾവി അള്ളാഹു ഒരുക്കി തന്നു. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു സമയത്ത് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തന്നവനാകുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കേൾവി, അതുപോലെ നമ്മുടെ കാഴ്ച, ശേഷം നമ്മുടെ ഹൃദയങ്ങൾ, ഇതെല്ലാം ഒരു സീക്വൻഷ്യൽ ആയിക്കൊണ്ട് നമുക്ക് അള്ളാഹു ഒരുക്കി തന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ കേൾക്കുക എന്നതും അറിയുക എന്നതും പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ അത് കേൾക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുക എന്നതുമാണ് നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ, ചെറിയ കുട്ടികൾ അവർ എഴുത്തും വായനയും പഠിക്കുന്നതിന് മുമ്പ് തന്നെ കേൾക്കാൻ പഠിക്കുന്നുണ്ട്. പല ഭാഷകളും അവർ തിരിച്ചറിയുന്നുണ്ട്. ഭാഷ സംസാരിക്കാൻ കുട്ടി എങ്ങനെ പഠിക്കുന്നത്? അത് എഴുതിയും വായിച്ചൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ കേട്ട് 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 കുട്ടികൾ പഠിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് ആലോചിക്കുന്നത്, ഖുർആൻ എങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്? അതൊരു ലിഖിതമായ രൂപത്തിൽ ഒരു പ്രിന്റഡ് കോപ്പിയായിട്ടല്ലല്ലോ ഖുർആൻ ഇറങ്ങിയത്. കേൾവിയിലൂടെയാണ് ഖുർആൻ പലപ്പോഴും നമുക്ക് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് പഠിച്ച് ആ കേൾവി മറ്റുള്ളവർക്കും കേൾവിയായി പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാണ്. ഏത് പഠനവും ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതേ ഒരു മാനദണ്ഡം തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിലും നാം കാത്തു സൂക്ഷിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും കേൾക്കാൻ സമയമില്ല എന്നതാണ് പല ബന്ധങ്ങളുടെയും അത് ശിഥിലമാകാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, കേൾക്കുക എന്നത് അല്ലാഹു നമുക്ക് നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് വില തിരിച്ചറിയുന്ന അത്തരം അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് കേൾവി എന്നത്. നമുക്ക് കേൾക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് പലപ്പോഴും കേൾക്കാത്ത ആളുകൾ, കുറച്ച് പ്രായം ചെന്ന വയോധികരായ ആളുകളൊക്കെ എപ്പോഴും എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും നമ്മൾ. എന്തുണ്ടായി അവർക്ക് എന്നാണ് കേൾക്കുന്നില്ല. ഇപ്പൊ വീണ്ടും അതേ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ.
ഇത് നമുക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇന്ന് പലപ്പോഴും കേൾക്കാത്ത ആളുകളെ, ബധിരന്മാർ എന്ന് പറയുന്ന ആളുകളെ പൊട്ടന്മാർ എന്നൊക്കെയാണ് പറയാം. കേൾക്കാത്ത ആളുകൾ അവർക്ക് വിവരമില്ല എന്ന രൂപത്തിൽ, എന്നാൽ കേൾവി മാത്രമേ അവർക്ക് നഷ്ടപ്പെടുന്നുള്ളൂ എന്ന കാര്യം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. കേൾക്കുക എന്നത് അത്രമേൽ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നൽകിയ സുപ്രധാനമായ ഒരു അനുഗ്രഹം. എന്ത് കേൾക്കണം എന്നതും പരിശുദ്ധ ഇസ്ലാമിൽ നമ്മോട് കൽപ്പനയുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കേൾക്കണം? കേൾക്കാനുള്ളതിൽ ഏറ്റവും നല്ല കേൾവി എന്നുള്ളത് അത് ഖുർആന്റെ കേൾവിയാണ്, ഒരു സംശയമില്ല. ഖുർആൻ നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം എന്നത് ഖുർആനിൽ തന്നെ പല സ്ഥലത്തും കാണാൻ കഴിയും. ഖുർആന്റെ ഹൃദ്യമായ പാരായണത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നന്നായി പാരായണം ചെയ്യാൻ അറിയുന്ന ആളുകളുമായി പ്രത്യേകമായി ബന്ധം റസൂൽ ഉണ്ടായിരുന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമാധുര്യമുള്ള വ്യക്തിയായിരുന്നു. ഇബ്നു മസ്ഊദ് പറഞ്ഞോട് പ്രവാചകൻ ചില സമയത്ത് അദ്ദേഹത്തിന്റെ സൂറത്ത് നിസാ ഒന്ന് എനിക്ക് വേണ്ടി പാരായണം ചെയ്തു തരൂ എന്ന് പ്രത്യേകമായി പറയാറുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി വരുന്നതായിട്ട് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളും ഖുർആൻ കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാ വക്തത്തിലും ഒരുപക്ഷെ സുബഹിക്കും മഗ്‌രിബിനും ഇശാനും ഒക്കെ നല്ല ഖിറാഅത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ഇനി നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ നല്ല ഖിറാഅത്ത് അടിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ ആ ഖിറാഅത്തുകളൊക്കെ, ആ ഖുർആനിന്റെ കേൾവിയൊക്കെ എത്രമാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര മാറ്റങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പലപ്പോഴും അലക്ഷ്യമായി തന്നെ ഖുർആൻ കേൾക്കുന്ന ആളുകളെ കാണാൻ കഴിയും. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാറിൽ ഓണാക്കിയിടും ഖുർആനും, അതിനൊരു ബർക്കത്തുണ്ടല്ലോ, ശരി തന്നെയാണ്. പക്ഷെ അതിൽ തീരെ ശ്രദ്ധിക്കാതെ മറ്റു പല കാര്യവും സംസാരിച്ചിങ്ങനെ പോയി ഖുർആനിന്റെ അരികുവൽക്കരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. നമ്മൾ നല്ലത് കേൾക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഖുർആൻ തന്നെയാണ്. ഖുർആൻ കേൾക്കാനും ആ കേൾവി നമുക്കുള്ളിൽ മാറ്റമുണ്ടാക്കുന്ന രൂപത്തിൽ മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ തന്നെ പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആന ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് കരുണ ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ കരുണ ലഭിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഖുർആൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് നന്നായി കേൾക്കുക, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കുക. ഏറ്റവും നല്ല കേൾവി ഖുർആനാണല്ലോ. ആ ഖുർആൻ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ നിശബ്ദത പാലിക്കുക, മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കാര്യം ഖുർആൻ തന്നെ പറയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാണുന്നത് എന്താണോ അത് കാണാനല്ല നമ്മളെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും കേൾക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ കേൾക്കൂ എന്നല്ല നമ്മൾ പറയപ്പെട്ടിട്ടുള്ളത്. ഒരു വിശ്വാസിക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എവിടെയാണ് അതിൽ ഹറാമുകൾ വരുന്നത്, ആ ഹറാം അതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന് ബ്രേക്ക് ഇടാൻ. കേൾവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ബാൻഡും മ്യൂസിക് ഒക്കെ വരുന്ന സംഗതി കേൾക്കൽ ഹറാമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സംശയമില്ലാത്ത രൂപത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ കാര്യമാണ്. പക്ഷെ വീണ്ടും ഇപ്പോഴും മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഈ മ്യൂസിക് ഒക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ അത് എപ്പോഴും കേട്ട് നടക്കുന്ന ഒരു പ്രകൃതം കണ്ടുവരുന്നുണ്ട്. അത് ഹറാമാണ്, നല്ല കേൾവി അല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം നല്ല കേൾവികൾ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് നല്ല കേൾവി? കേൾക്കുന്നതിൽ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. റദ്ദുസ്സലാം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ബാധ്യതയാണ്. സലാം കേട്ടാൽ അതിന് മറുപടി പറയുക, ബാങ്ക് കേട്ടാൽ ആ ബാങ്കിന് മറുപടി പറയുക. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ആ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കേട്ടാൽ അതിന് മറുപടി യർഹമകുമുല്ലാഹ് എന്ന് പറയുക. ആ തുമ്മിയ വ്യക്തി തിരിച്ച് യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാനുള്ള നമ്മുടെ ബാധ്യതയായി എണ്ണിയ കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല കേൾവിക്കാരായി നമ്മൾ മാറിയില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്കും സമയമില്ല എന്നതാണ് പ്രശ്നം. കുടുംബത്തെ കേൾക്കാനും അവരുടെ അടുത്തുനിന്ന് സമയം ചെലവഴിക്കാനും ഒന്നുള്ള നേരല്ല, ഫുൾ തിരക്കാണ്. നമ്മുടെ ജോലിയും നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുന്നത് എപ്പോഴാണോ അത് രാത്രി ഏറ്റവും ലേറ്റ് ആയിട്ടാണെങ്കിൽ അപ്പൊ മാത്രം വരിക, കുറച്ചേരം വീട്ടിലിരിക്കുക, ബാക്കി ഉറങ്ങുക, രാവിലെ എണീച്ച് പിന്നെയും പോവുക. ഈ രൂപത്തിൽ സ്വന്തം തിരക്കുകളും ജോലികളും മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബം എന്നത് അത് അരികുവൽക്കരിക്കപ്പെടാനും രണ്ടാമതായി കാണാനും കാരണമാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ട സമയം കൊടുക്കാൻ, ഒരു മനുഷ്യന് അവൻ ഒരു നാവും രണ്ട് ചെവിയുള്ളത്, കൂടുതൽ കേൾക്കാൻ കുറച്ച് പറയാനുമാണ് അവന് പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യം. ഇസ്ലാമികമായിട്ടും അതിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ആ മിണ്ടാതിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് കാരണമാവും. ആ കേൾവി എന്നത് ഇന്ന് പലപ്പോഴും അന്യം നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാ നിലയ്ക്കും മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന് ഒരു ഭാര്യയല്ല ഉണ്ടായിരുന്നത്.
റസൂലിന്റെ എല്ലാ ഭാര്യമാരോടും തുല്യമായ രൂപത്തിൽ അവർക്ക് നിർദ്ദേശങ്ങളും എല്ലാം നൽകാനും അതെല്ലാം കേൾക്കാനും ഒക്കെ റസൂലിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞു. എങ്ങനെയാണത്? ഒരു ഭാര്യയുടെ ആളുകൾക്ക് പോലും പലപ്പോഴും ഇന്ന് ഭാര്യയെ കേൾക്കാൻ സമയം കാണില്ല. റസൂൽ എങ്ങനെയാണ് തന്റെ എല്ലാ ഭാര്യമാർക്കും തുല്യമായ സമയം കൊടുത്തത്? ഭാര്യമാർക്ക് മാത്രമാണോ? ഒരിക്കലല്ല. റസൂലിന്റെ കൂടെയുള്ള ഏതെല്ലാം സ്വഹാബിമാരുണ്ടോ അവർക്കെല്ലാം കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കാൻ റസൂലിന് സാധിക്കുമായിരുന്നു. അതിന് സമയം കൊടുക്കാൻ കഴിയുമായിരുന്നു. ശത്രുക്കളെ പോലും ആത്മാർത്ഥമായി കേൾക്കാൻ റസൂലിന് കഴിയുമായിരുന്നു. ഒരിക്കൽ ഉത്ബ റസൂലിനോട് കുറെ കാര്യങ്ങൾ പറയാണ്, കുറെ നിർദ്ദേശങ്ങളും നിബന്ധനകളും വെക്കുകയാണ്. അത് കുറേ പറഞ്ഞു പോയതിനു ശേഷം റസൂൽ മുഴുവൻ കേട്ടു. ശേഷം തിരിച്ച് ഉത്ബയോട് ചോദിക്കുന്നത്, ഉത്ബ താങ്കളുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നതായിരുന്നു മറുപടി. അപ്പൊ എല്ലാം കേട്ടതിന് ശേഷം മാത്രം മറുപടി പറയുന്ന ഒരു പ്രകൃതം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ചെറിയ കുട്ടികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതേ താല്പര്യത്തോടു കൂടി ആ കുട്ടിക്ക് അതിന്റെ തുടർച്ചയായ ബാക്കി കാര്യങ്ങൾ കൂടി പറയാൻ പ്രേരകമായ രൂപത്തിൽ കേട്ടിരിക്കാൻ റസൂലിന് കഴിയുമായിരുന്നു. ഇതാണ് നമ്മുടെ മാതൃക. എല്ലാം കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനിയിപ്പോ ജൂൺ 1 മുതൽ സ്കൂൾ ആരംഭിക്കാൻ പോവാണ്. സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക്, LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള +2 വരെയുള്ള നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുടങ്ങാൻ പോവാണ്. +2 കുറച്ച് വൈകുമെങ്കിലും ആ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി വരും. അതിനുള്ള സമയം അവർക്ക് ആവശ്യം ഉണ്ടാവും. അതൊന്നും കേൾക്കാൻ ഉമ്മാക്കോ ഉപ്പാക്കോ സമയം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവുക? മക്കളുമായി നമ്മുടെ ആത്മബന്ധം നമുക്ക് എങ്ങനെയാണ് ഊട്ടി ഉറപ്പിക്കാൻ കഴിയുക? ആ കുട്ടിക്ക് ഒരുപക്ഷെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ബാഗൊക്കെ വെച്ച് അവിടെ ഇരുന്ന് ഉമ്മാനോട് ഉമ്മച്ചിയെ എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങാൻ ഒരു കഥ ഉണ്ട്. അവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നത് വരെയുള്ള ഓരോ ചെറുതും വലുതുമായ കാര്യം കുട്ടിക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്ത് പറയേണ്ടി വരും. അത് കേൾക്കാൻ ഇന്ന് സമയമില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം ഭാവിയിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉണ്ടാവും എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നിപ്പോ ഡോക്ടർമാർക്കൊക്കെയുള്ള വലിയ പണി എന്നുള്ളത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് പിന്നെ രോഗിയായി വരുന്ന പ്രായമായ ആളുകൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക എന്നുള്ളതാണ്. രോഗത്തിനെ പറ്റിയൊന്നുമല്ല, കുടുംബത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഉമ്മ തുറന്ന് ഇങ്ങനെ പറയും. ആ 5 മിനിറ്റ് അതിനെ കേട്ടിരിക്കണം, എന്നാലേ ബാക്കി രോഗത്തെ പറ്റി പറയുള്ളൂ. ഇതിന്റെ കാരണം എന്താണ്? ഇത് പങ്കുവെക്കേണ്ടത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ അതിനുള്ള സ്പേസ് ഇല്ല, സമയമില്ല, മക്കൾക്ക് കേൾക്കാൻ നേരമില്ല, ആർക്കും സമയമില്ല. പിന്നെ എങ്ങനെ ഇത് പറയാൻ നിർബന്ധിതരാകുന്നത് പലപ്പോഴും ഇങ്ങനെ പല ആളുകളുടെ അടുക്കലേക്കും പോകുമ്പോഴാണ്. ഇനി കേൾക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കേൾവി എന്നത്, ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരു മുൻധാരണയോടെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇജിപ്പ് എന്താ പറയാൻ പോകുന്നത് എനിക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കേൾവി നേരത്തെ എഴുതി തള്ളിക്കൊണ്ട് അവൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞൊരു പ്രകൃതവും കാണാൻ കഴിയും. നമ്മളെന്തോ എല്ലാം അറിയുന്ന, എല്ലാം തികഞ്ഞ ആളായി മാറുന്ന ഒരു പ്രകൃതം, അത് നമുക്ക് ചേർന്നതല്ല. നമ്മളെല്ലാം നമ്മുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. യാതൊരു നിലയ്ക്കുമുള്ള അഹങ്കാരവും ഈ വിഷയത്തിലും നമ്മെ ബാധിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സദസ്സിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ ആ സംസാരിച്ചതിൽ എത്ര വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് എണ്ണാൻ കഴിയുമായിരുന്നു. ടോട്ടൽ എത്ര വാക്കാ ഒരു സമയത്ത് പറഞ്ഞുള്ളത് എണ്ണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അത്ര കുറഞ്ഞ കാര്യമേ റസൂൽ പറയുമായിരുന്നുള്ളൂ. ഈ റസൂൽ ഒരു കാര്യം കേൾക്കാൻ ശ്രമിച്ചാലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്വഹാബി വിളിച്ചു കഴിഞ്ഞാൽ പിന്നിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യാം? തലേ നിങ്ങൾ തിരിച്ച് എന്താണെന്ന് നോക്കൂ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു പ്രകൃതമല്ല. തന്റെ ശരീരം മുഴുവൻ തിരിച്ച് ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കി എന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയുമായിരുന്നു. അതായത് പറയാൻ പോകുന്ന ആളെ, നമ്മൾ ആരെയാണോ കേൾക്കുന്നത് ആ വ്യക്തിയുടെ സാഹചര്യം അറിഞ്ഞുകൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കേൾവിയിലും അത്തരം മര്യാദകൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ഈ രൂപത്തിലൊന്നും നമ്മൾ നല്ല കേൾവിക്കാരായി മാറിയില്ല എങ്കിൽ, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുക്കൾക്കും പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നാസു സലാസ, 3 തരം ആളുകളാണുള്ളത്. ഒന്നാമത്തെ തരം ആളുകൾ അവർ അവരുടെ കൽബും കാതും തുറക്കാത്ത ആളുകളാണ്. എല്ലാം അടങ്ങിയ ഒരു പ്രകൃതമായിക്കൊണ്ട്, ഒന്നും തുറന്ന് കേൾക്കാത്ത, ഒന്നും തുറന്ന് മനസ്സിലാക്കാത്ത ആളുകളായിക്കൊണ്ട് ഒന്നാമത്തെ തരം ആളുകളെ അദ്ദേഹം പിന്നി പറഞ്ഞിരുന്നുണ്ട്. അവരദ്ദേഹം ഉപമിക്കുന്നത് പിന്നെ പാത്രം കമിഴ്ത്തി വെച്ച് അതിന് മുകളിൽ വെള്ളം ഒഴിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ്. പാത്രം കമിഴ്ത്തി വെച്ചാൽ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ വെള്ളമൊന്നും വീഴില്ല. അങ്ങനത്തെ ആളുകളാണ് എല്ലാം അടഞ്ഞ പ്രകൃതമുള്ള ആളുകൾ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അവർ രണ്ടും തുറക്കും, കാതും തുറക്കും, ഹൃദയവും തുറക്കും, പക്ഷെ അതൊന്നും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല. എല്ലാം കേട്ടു, അത് അതുപോലെ വിട്ടു എന്ന പ്രകൃതമുള്ള ആളുകളായിരിക്കും. അവർ ഈ ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ഒന്നും അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. എല്ലാം എന്തിനോ വേണ്ടി കേൾക്കുന്നു, ഒരു
നമ്മുടെ ജീവിതവും നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കും നമ്മുടെ ചുറ്റുപാടുകളും മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ബാക്കിയുള്ള കഥയ്ക്ക് എങ്ങനെയാ നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു തരം ആളുകൾ. മൂന്നാമത്തെ കൂട്ടം ആളുകളാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അവർ അവരുടെ കാതും ഹൃദയവും എല്ലാം തുറന്നിരിക്കുന്ന, എല്ലാം കേൾക്കാനും അറിയാനും കാരണമാകുന്ന അത്തരം ഏറ്റവും വിനയമുള്ള സ്വഭാവമുള്ള ആളുകളായി മൂന്നാമത്തെ കൂട്ടം ആളുകൾ മാറുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഉണ്ടാവുന്ന ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നല്ല കേൾവിയാണ്. നല്ലത് കേൾക്കാനുള്ള സമയം കണ്ടെത്താനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുടുംബബന്ധത്തിന്റെ വിഷയത്തിലെങ്കിലും പ്രത്യേകിച്ചും ഈ ഒരു പെരുന്നാൾക്കെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സമയമെടുത്ത് അത് കേൾക്കാനുള്ള സമയവും ഇടവും കൊടുക്കാൻ നാം തയ്യാറാവുന്നുള്ള കാര്യം ബോധപൂർവ്വം ഉറപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ ഒരു പരിധി വരെ നമ്മളുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളോ പിണക്കങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശം അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിലൊക്കെ കേൾക്കാനും തിരുത്താനും അതനുസരിച്ച് കൂടുതൽ ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടാക്കാനും നമുക്ക് അതിലൂടെ സാധിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഈ പറഞ്ഞതെല്ലാം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗൗരവകരമായി നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിലോ അത് വലിയ വില നമ്മൾ നൽകേണ്ടി വരിക. ദുനിയാവിൽ ഉണ്ടാവുന്ന ചില കേൾവിയുടെ തകരാറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കില്ല ആഖിറത്തിൽ നമുക്ക് സംഭവിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ വേണ്ട രൂപത്തിൽ കേൾക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അതനുസരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ വലിയ വില നമ്മൾ പരലോകത്ത് നൽകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. നരകത്തിലുള്ള ചില ആളുകൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യം സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഞങ്ങളെങ്ങാനും ആ സമയത്ത്, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആ കൽപ്പന ഞങ്ങളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളെങ്ങാനും ബുദ്ധി കൊടുത്ത് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ, ഞങ്ങൾ ഈ നരകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നില്ല. ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ കിടന്നെരിയേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ആ കൽപ്പന അന്ന് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ. ചില കാര്യങ്ങൾ ഹറാമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് ഹലാലാണ്, മറ്റു ചില കാര്യങ്ങൾ പാടില്ല എന്ന് നിർബന്ധമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പാടില്ലാത്തത് തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഈ കൽപ്പന, ഒരു കാര്യം പാടില്ല എന്ന് അറിഞ്ഞിട്ടും ഹറാമാണ് എന്ന് അറിഞ്ഞിട്ടും പിന്നീടും ആ ഹറാമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നാളെ നരകത്തിൽ പോയി അവിടെ ഖേദിക്കുമെന്നാണ്. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കിടന്ന് എരിഞ്ഞുകൊണ്ട് അന്നെങ്ങാനും ഞാൻ കേട്ടിരുന്നെങ്കിൽ, അന്നെങ്ങാനും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ എന്റെ ബുദ്ധിയോട് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് അന്ന് ഖേദിച്ചു മടങ്ങുമെന്നാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായും പാരത്രികമായും എല്ലാം നന്നായി കേൾക്കാനും നന്നായി മനസ്സിലാക്കാനും അതൊരിക്കലും നമ്മുടെ ബന്ധങ്ങൾക്ക് വിഘാതമാകാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദുൽഹിജ്ജ മാസത്തിലെ 11, 12, 13 തീയതികളിലാണ് നാം ഇപ്പോൾ ഉള്ളത്, ഇനി പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ദിവസങ്ങൾക്ക് വലിയ പ്രത്യേകതയാണ് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു തരുന്നത്. ദുൽഹിജ്ജ 11, 12, 13 തീയതികൾ അയ്യാമു തശ്രീഖ് എന്നാണ് അറിയപ്പെടുന്നത്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ ബഖറയിൽ വഖുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്ത്. അയ്യാമി മഅദൂദാത്ത് എന്ന എണ്ണപ്പെട്ട ദിനങ്ങൾ എന്നത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം പറയുന്നത് ഈ എണ്ണപ്പെട്ട ദിനങ്ങൾ എന്നത് ദുൽഹിജ്ജയിലെ ഈ 3 ദിനങ്ങളാണ്. 11, 12, 13 എന്ന അയ്യാമു തശ്രീഖിൽ വരുന്ന ഈ 3 ദിനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിൽ തന്നെ പറയുന്നത് വഖുറുല്ലാഹ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് എണ്ണപ്പെട്ട് ഖുർആനിൽ തന്നെ പറയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞ് 1ാമത്തെ ദിവസമാണെന്ന്, നാളെയും മറ്റന്നാളും ഇൻഷാ അല്ലാഹ് ഈ 3 ദിവസങ്ങളും ദിക്റുകൾ അധികരിപ്പിക്കേണ്ട, എവിടെയെല്ലാമാണോ നമുക്ക് സമയം ലഭിക്കുക ആ സമയത്തൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും സ്തുതിക്കാനുമുള്ള സമയം കണ്ടെത്താൻ കൂടി നാം ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പുണ്യദിനങ്ങളെ അത്തരത്തിൽ അള്ളാഹു അക്ബർ എന്നതാണല്ലോ പെരുന്നാളിന്റെ സന്ദേശം. അള്ളാഹു അക്ബർ തന്നെയാണ്, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ മറ്റ് ദിക്റുകളൊക്കെ ആത്മാർത്ഥമായി നിരന്തരം നമ്മുടെയൊക്കെ നാവുകളിൽ എപ്പോഴും വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ യൗമുൽ അറഫയുടെ അസ്ർ മുതൽ, യൗമുൽ അറഫയുടെ സുബഹി ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തെ അസ്ർ വരെ നമുക്ക് നിർബന്ധമായും നമ്മുടെ നമസ്കാര ശേഷം തക്ബീറുകൾ ഒന്നിച്ചു ചൊല്ലാനുള്ള കൽപ്പനയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മളോട് പറയപ്പെട്ട കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുക എന്നത്. അതിനും ബോധപൂർവ്വം സമയം കണ്ടെത്താൻ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അവധി ദിവസങ്ങളാണല്ലോ. സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും തിരക്കിലേക്ക് പോകും. അതിന് മുമ്പ് ബോധപൂർവ്വം സമയം കണ്ടെത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവാണ്. ജൂൺ 1 മുതൽ നമ്മുടെ മക്കൾ ഒരു പുതിയ തലത്തിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് അവരുടെയൊക്കെ പഠനവും അധ്യയനവും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് നൽകാൻ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു അരാജക ആഭാസ കൾച്ചറുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ അവർക്ക് അതിന് ധാരണ കൊടുത്തു കഴിഞ്ഞാൽ, മോളെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്തി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിക്കണമെന്നും, മതം എവിടെയാണോ, ദീൻ എവിടെയാണോ അവർക്ക് പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നത് അത് നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് അതിലേക്ക് പോകരുത് എന്നൊക്കെയുള്ള കൃത്യമായ അധ്യാപനങ്ങൾ കൊടുത്ത് അവരെ ചേർത്ത് നിർത്താനുള്ള ശ്രദ്ധ കൂടി നാം പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സ്കൂളും ഭൗതിക പഠനമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ മദ്രസ വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് ചെറിയൊരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ മദ്രസകളിലൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ അത് പഠിച്ചു വളർന്നാലേ സ്വാഭാവികമായും വലിയ തിന്മകൾ അവരിലേക്ക് വരുമ്പോൾ, പല ട്രാപ്പുകളും അവരെ കാത്തിരിക്കുമ്പോൾ അതിൽ പ്രതിരോധം സ്വീകരിക്കാൻ അവർക്ക് കഴിയുള്ളൂ. നമ്മുടെ മഹലിന് കീഴിലും 2 മദ്രസകളാണ് നമുക്കുള്ളത്. ആ 2 മദ്രസകളിലും എവിടെയാണോ നമ്മൾ ഏറ്റവും അടുത്തുള്ളത് ആ മദ്രസയിലേക്ക് നമ്മുടെ മക്കൾ കൃത്യമായി പോകുന്നുവെന്നും അതിന്റെ അഡ്മിഷൻ സമയമാണ് ഇപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കാര്യം, മദ്രസ പഠനം ഇതിന്റെ എത്ര തിരക്കുള്ള ഭൗതിക പഠനമാണെങ്കിലും മദ്രസ കഴിഞ്ഞേ മറ്റുണ്ടാവുള്ളൂ എന്നൊരു ശ്രദ്ധ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ വിളക്കി ചേർക്കാനും കുടുംബബന്ധം നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പാതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും വ്യത്യസ്ത രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ, സാമ്പത്തികമായ കടങ്ങളാൽ, ജോലി സംബന്ധമായ പ്രയാസങ്ങളാലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങളിൽ ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവിയും നൽകി നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر إخواننا المجاهدين في فلسطين، اللهم انصر إخواننا المجاهدين في فلسطين، اللهم انصر إخواننا المجاهدين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.